എല്ലാവർക്കും വൺ മൈൽ വൺ ടിക്കറ്റിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് കല്ലേലിയിലാണ്. കല്ലേലി എന്ന സ്ഥലപ്പേര് കേൾക്കുമ്പോഴേ ഒട്ടുമിക്ക ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഇന്ന് എവിടെയാണുള്ളതെന്ന്. പത്തനംതിട്ട ജില്ലയിലെ കോന്നി താലൂക്കിലെ അരുവിപ്പുലം പഞ്ചായത്തിലെ കല്ലേലിയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവിലാണ് ഞാൻ ഇന്നുള്ളത്. പൂർണ്ണമായും വനത്തിനുള്ളിൽ അച്ചൻകോവിലാറിൻ്റെ തീരത്ത് ആദിമ ദ്രാവിഡ ഗോത്ര സംസ്കാരം നിലനിൽക്കുന്ന ഒരു കാവ്. നിത്യേന ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്ന കുറുവൻകുറത്തി മലയുടെ നിലനിൽപ്പിനായി പൂജ നടത്തുന്ന കാവ്. പ്രകൃതിയെ ഈശ്വരഭാവത്തിൽ ആരാധിച്ചു പോകുന്ന ജനതയുടെ മഹത്തായ സംസ്കാരത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാവ്. ഇതെല്ലാം ഒത്തുചേരുന്ന ഒരു പുണ്യസ്ഥാനമാണ് ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവ്. കുറച്ചു നാളത്തെ ആഗ്രഹമായിരുന്നു ഈ കാവിലൊന്ന് വരണമെന്ന്. കാവിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നത്. മറ്റു ക്ഷേത്രങ്ങളിൽ നമ്മൾ പടി കയറി പോകുമ്പോൾ ഈ കാവിൽ ഭക്തജനങ്ങൾ ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പനെ കാണാനായി പടി ഇറങ്ങിയാണ് വരുന്നത്. പടിയിറങ്ങി താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു കളരിയാണ്. തുടർന്ന് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഓലമെനഞ്ഞ തിടപ്പള്ളിയും വലിയ 2 കരിങ്കൽ പീഠത്തിൽ കല്ലേലി അപ്പൂപ്പനെയും അമ്മുമ്മയും നമുക്ക് കാണാൻ സാധിക്കും. ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ്റെ അമ്മ എന്ന സങ്കല്പത്തിലാണ് അമ്മുമ്മയെ പ്രതിഷ്ഠിപ്പിച്ചിരിക്കുന്നത്. അതിനാൽ അമ്മുമ്മയെ ദർശനം ചെയ്തതിന് ശേഷമാണത്രേ അപ്പൂപ്പനെ ദർശനം ചെയ്യേണ്ടത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവിൽ ഇന്നും പ്രകൃതി മാനവരാശിക്ക് നിലനിൽപ്പിന് ആവശ്യമാണെന്ന സങ്കല്പത്തിൽ നിത്യേന പ്രകൃതി പൂജയും വാനരഊട്ടും മീനൂട്ടും ആനയൂട്ടും അഗ്നിപൂജയും നടത്തിവരുന്നു.
കാവിൽ സമർപ്പിക്കുന്ന പ്രധാന വഴിപാടുകളാണ് മലയ്ക്ക് പടയണി, താമ്പൂല സമർപ്പണവും. കൗളശാസ്ത്ര പ്രകാരമുള്ള ആചാരങ്ങളാണ് ഈ കാവിൽ നടത്തി വരുന്നത്. താമ്പൂലം സമർപ്പിച്ച് വിളിച്ചു ചൊല്ലി പ്രാർത്ഥന നടത്തുമ്പോൾ ഊരാളി അപ്പൂപ്പൻ്റെ അനുഗ്രഹമുണ്ടാകുമെന്നാണത്രേ വിശ്വാസം. മറ്റൊരു വഴിപാടായ മലയ്ക്ക് പടനി എന്ന വഴിപാടിലൂടെ ഊരാളി അപ്പൂപ്പൻ്റെ കളരിയിൽ 999 മലദൈവങ്ങളെ ഉണർത്തിച്ച് ഭക്തൻ്റെ സർവ്വദോഷങ്ങളും മലയിൽ ഏൽപ്പിച്ച് തൻ്റെ പ്രശ്നങ്ങളിൽ നിന്നും മുക്തി നേടാൻ സാധിക്കുമെന്നാണ് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നത്. കാവിലെ പൂജാരീതികൾ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മന്ത്രോച്ചാരണങ്ങളില്ലാതെ 999 മലനിരകളുടെ പേര് ചൊല്ലി വിളിച്ചാണ് കർമ്മങ്ങൾ ഇവിടെ ചെയ്യുന്നത്. എല്ലാ ദിവസവും അപ്പൂപ്പൻ്റെ മുൻപിൽ കാഴ്ചവെക്കുന്ന മഞ്ഞൾപ്പറ, നെൽപ്പറ, നാണയപ്പറ എന്നും ഒരു വിശിഷ്ടമായ ആചാരം തന്നെയാണ്. ശരിക്കും പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടും പ്രകൃതിയുടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടും പ്രകൃതിയെ ആരാധിച്ചും കൊണ്ട് തന്നെയാണ് ഈ കാവ് നിൽക്കുന്നത്. ജാതിഭേദമന്യേ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ഈ കാവിലേക്ക് എല്ലാ ദിവസവും എത്തിച്ചേരുന്നത്. ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പനോടൊപ്പം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഉപദേവതകളും ഇവിടെയുണ്ട്. അപ്പൂപ്പൻ്റെ തൊട്ടടുത്തായി തന്നെയാണ് കൗള ഗണപതിയും കൊട്ടിച്ചാത്തനും ഇരിക്കുന്നത്. കൂടാതെ വടക്കഞ്ചേരി വല്യച്ഛനും പരാശക്തി അമ്മയും വനദുർഗയും നാഗദൈവങ്ങളും കുറവൻകുറത്തി മലയും നമുക്കിവിടെ കാണാൻ സാധിക്കും. രാവിലെ 9 മണി മുതൽ തന്നെ ഭക്തജനങ്ങൾക്കുള്ള അന്നദാനം കാവിൽ ലഭ്യമായി തുടങ്ങുന്നതാണ്. പ്രാർത്ഥനയും സങ്കടങ്ങളും എല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഭക്തജനങ്ങൾ ഇവിടെ വന്ന് ഈ അന്നദാനം സ്വീകരിക്കാറുണ്ട്.
ഈ കാണുന്ന അച്ചൻകോവിലാറിലാണ് മീനൂട്ട് നടത്താറുള്ളത്. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ആറിൽ ഇറങ്ങാൻ ശ്രമിക്കുന്നത്. ആറിലേക്ക് ഇറങ്ങുന്നത് അപകടമാണെന്നുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ നിങ്ങൾക്കിവിടെ വരുമ്പോൾ കാണാൻ സാധിക്കും. ശരിക്കും ഈ കാവിൽ വന്ന ഇവിടുത്തെ കാഴ്ചകളും പൂജകളും കാണുമ്പോഴാണ് മനസ്സിലാകുന്നത് പ്രകൃതിയെ സംരക്ഷിക്കുന്നത് മാനവരാശിക്ക് എത്രമാത്രം അത്യാവശ്യമാണെന്ന്. വന്യജീവികൾ ഒത്തിരിയുള്ള ഈ കാനനപാതയിലൂടെ സഞ്ചരിക്കുന്നതിന് മുമ്പ് ജനങ്ങൾ അപ്പൂപ്പനെ ദർശനം ചെയ്തതിന് ശേഷമാണ് ഈ കാനനപാതയിലൂടെ യാത്ര ചെയ്യുന്നത്. ഒരിക്കലെങ്കിലും നിങ്ങൾ തീർച്ചയായും ഈ കാവ് സന്ദർശിക്കണം. പ്രകൃതിയെ ദൈവതുല്യമായി കാണുന്ന ഒരു ജനവിഭാഗത്തെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. കല്ലേലിയപ്പൂപ്പ കല്ലേലിയപ്പൂപ്പ ഞങ്ങളെ എന്നും കാത്തിടണേ. നാടിനുടയവനേ നാട്ടാരിനുടയവനേ ഞങ്ങളെ എന്നും കാത്തിടണേ. അപ്പൂപ്പ അപ്പൂപ്പ ഞങ്ങളെ എന്നും കാത്തിടണേ. ഞങ്ങളെ എന്നും കാത്തിടണേ. ഞങ്ങളെ എന്നും കാത്തിടണേ.